നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എത്ര കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഉള്ളവർ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹാമ്പർ അല്ല കേട്ടോ, 2 ഹാമ്പർ ആണ്. പക്ഷേ ഈ ചെയ്യുന്ന 2 ഹാമ്പറും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആളുടെ എബ്രോഡ് ഉള്ളതും നാട്ടിലുള്ളതുമായ ഫ്രണ്ട്സ് ഒക്കെ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അവരുടെ സ്നേഹം ഒരു ഹാമ്പറിലൊന്നും ഒതുങ്ങിയില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഹാമ്പർ ആളുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യുന്ന ഓരോ പ്രോസസ്സിലും എനിക്ക് ഉറപ്പായിരുന്നു ആ ബർത്ത്ഡേ ആൾക്ക് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നുള്ളത്. കാരണം നമ്മുടെ സ്പെഷ്യൽ മൂമെന്റ്സിൽ നമ്മൾ അത്രയും ഹാപ്പി ആക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി വലുതൊക്കെ നമുക്ക് എന്തായാലും വേണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഈ ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾക്കാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഹാമ്പറിൽ നമ്മൾ ഈ ഫ്രെയിമും പോളറോയിഡ്സും ചോക്ലേറ്റ്സും ആക്സസറീസും അങ്ങനെ കുറെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹാമ്പറിലും നമ്മൾ ചോക്ലേറ്റ്സും ആക്സസറീസും ബെല്ലാവിറ്റയുടെ പെർഫ്യൂമും പിന്നെ ഒരു ഹോട്ട് വീലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ ഹാമ്പറിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ആളുടെ ഈ ഒരു മാഗസിൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് ഓരോ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് നമ്മൾ കൊടുത്തൊരു ഗിഫ്റ്റ് ഒരാൾക്ക് അത്രയും ഇഷ്ടപ്പെടാം അതിലുള്ള സാധനങ്ങൾ ആള് യൂസ് ചെയ്യാന്നൊക്കെ കാണുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ആരുടെങ്കിലും ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി അവരെ ഹാപ്പി ആക്കാൻ നോക്ക്.